എന്താ നിങ്ങൾ കാണിക്കണേ? നീ പിന്നെ അവരുടെ ഇടയിൽ കട്ടുറുമ്പായോലോ. അവരെ ഇപ്പോഴൊന്ന് ലൈഫ് എൻജോയ് ചെയ്യുന്നത്. അല്ല, ആരോഹി. എന്റെ പൊന്നു പെണ്ണി, നീ വിചാരിക്കുന്ന പോലെ അരുവിനാനും തമ്മിൽ ഒന്നുമില്ല. അവൾക്ക് ആരവിനെ ഇഷ്ടം, അതുപോലെ ആരവിന് അവളെ. എന്താ വെള്ളപ്പറ്റ? അല്ല, അതെങ്ങനെ ശരിയാവും? എന്റെ പൊന്നു പെണ്ണെ, ഒരാൾ പറയാൻ വരുന്നത് ഫുള്ളായി കേൾക്കാൻ ആദ്യം നീ പഠിക്ക്, മനസ്സിലായോ? എന്തായാലും എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് എനിക്കൊരു സെക്കൻഡ് ചാൻസ് തന്നൂടെ? അയ്യടാ, മനസ്സിലിരിപ്പ് കൊള്ളാലോ. ഐ ആം നോട്ട് യുവർ ടൈപ്പ്. നിങ്ങൾക്ക് പറ്റിയ പെണ്ണ് നിങ്ങൾ കണ്ടുപിടിക്കുക, എന്നെ വിട്ടേക്ക്. ഐ എം റിയലി സോറി സാക്ഷി, നിന്നെ വിട്ടാൽ എനിക്ക് പറ്റൂല. നീ ഇനി എത്ര ഇഷ്ടമല്ല പറഞ്ഞാലും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല സാക്ഷി. മര്യാദക്ക് മാറി നിൽക്കാൻ എനിക്ക് പോണം. മാറാം. അതിനു മുമ്പ് എന്റെ കുട്ടി ഇത് വെച്ച. ഒരിക്കലും ഇനി എനിക്ക് ആര്യൻ ചേട്ടനെ സ്നേഹിക്കാൻ കഴിയില്ല. ഞാൻ ഒരുപാട് അയാളോട് കെഞ്ചിയതാ, ഇനി ഉണ്ടാവില്ല. ഈ സാക്ഷിക്ക് അതിന് പറ്റൂല. ഐ റിയലി ഹേറ്റ് ടു കണ്ണേട്ട. അല്ല ആര്യൻ ചേട്ടാ, എടി വേണോ? മര്യാദക്ക് പോയി പറഞ്ഞാജു, വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ എന്നെ. ശരി, പോവാ. ദൈവമേ, അവനെ കാത്തോണേ. ഐശ്വര്യ. അജു. ഐഷു, എനിക്കൊരു കാര്യം. എന്താ അജു, പറഞ്ഞോ. അത് പിന്നെ മര്യാദക്ക് പറയടാ. വേണ്ടാടി. വേണം, പറയ്. എന്തുറ്റാ അജു, എന്താണേലും പറഞ്ഞോ. അത് പിന്നെ എനിക്ക് നിനക്ക് എനിക്ക് എല്ലാം പറയും പറഞ്ഞിരുന്ന നടക്കൂല. നിനക്ക് ബാക്കി പറയ്. അത് പിന്നെ എനിക്ക് ഐ ലവ് യു. എന്താ പറഞ്ഞേ? ഐ ലവ് യൂന്ന് നീ പറയും പറഞ്ഞ നടക്കൂല. അതാ ഞാൻ തന്നെ പറഞ്ഞത്. ശരിക്കും ആടെ പൊട്ടാ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? ഇപ്പൊ വിശ്വാസായോ? അടിച്ച് മോളെ, കിസ് അടിച്ച്. എന്താ പണ്ടായേ? എനിക്ക് ഇപ്പൊ വിശ്വാസായോ എന്നാ ഞാൻ ചോദിച്ചത്. പിന്നെ വിശ്വാസായി. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഇങ്ങനെ കടന്നുപോയി. ഇപ്പോഴും ആര്യന് സാക്ഷിനെ വളയ്ക്കാനുള്ള തത്രപ്പാടില്ല. പക്ഷെ അവൾ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. വെള്ളപ്പാറ്റി ഒന്ന് വളഞ്ഞതാടി. എനിക്ക് എത്ര ഇനാ നിന്റെ പുറകെ നടക്കുന്നു. ഈ കണ്ണേട്ടിനോട് കുറച്ച് കരുണ കാണിക്കും സാക്ഷി മോളെ. നിങ്ങളിന് എത്ര എൻ്റെ പുറകെ നടന്നാൽ ഞാൻ ഓക്കെ പറയില്ല. ഞാൻ ഇതിനെയും കാട്ടി കെഞ്ചി നിങ്ങളുടെ പുറകെ നടന്നതാ 7-8 വർഷം. എന്നിട്ട് നിങ്ങൾ എന്നോട് എന്താ പറഞ്ഞത്? എൻ്റെ ടൈപ്പ് നീ അല്ലാന്ന്. ഞാൻ പഴയ സാക്ഷി തന്നെയാണ്, എനിക്ക് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. എനിക്കറിയാം നീ എൻ്റെ പഴയ സാക്ഷി തന്നെയാണെന്ന്. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ കുട്ടിയുള്ളിലുള്ള ഇഷ്ടം പുറത്തേക്ക് കൊണ്ടുവരുമെന്ന്. ആരാ പറഞ്ഞത് എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല? പക്ഷേ എനിക്ക് എൻ്റെ സാക്ഷിനെ ഇഷ്ടമാണല്ലോ. സാക്ഷി, എൻ്റെ ചെറിയൊരു നോട്ടം പോലും നിനക്ക് താങ്ങാൻ പറ്റുന്നില്ലല്ലോടി. സാക്ഷി, എന്തിനാ പെണ്ണെ അഭിനയിക്കുന്നു? എനിക്കറിയാം എൻ്റെ കുട്ടിക്ക് എന്നെ ഇഷ്ടമാണ്. ഞാൻ അന്ന് പറഞ്ഞതൊക്കെ ആലോചിച്ചിട്ടാണ് നീ ഇങ്ങനെ കാണിക്കുന്നതെന്ന്. സോറി ഡി, ഒന്ന് ക്ഷമിക്ക്. ഒരു സെക്കൻഡ് ചാൻസ് തന്നോടെ എനിക്ക്. ഇല്ല ആര്യൻ ചേട്ടാ, എന്നെക്കാൾ നല്ലൊരു പെൺകുട്ടീനെ ചേട്ടന് കിട്ടും. ഞാൻ ഒരിക്കലും നിങ്ങളുടെ ടൈപ്പ് അല്ല. സാക്ഷി പ്ലീസ് ഡി, എനിക്ക് വയ്യ. വല്ലാതെ വേദനയാടി നീ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുമ്പോൾ. താങ്ങാൻ പറ്റുന്നില്ലടി. എൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ടെന്ന് എനിക്ക് അറിയാം. പക്ഷെ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ലടി. എന്നോടൊന്ന് ക്ഷമിക്ക്. ഞാൻ എന്ത് വിശ്വസിച്ചിട്ടാ കണ്ടിട്ടാ നിന്നോട് എസ് പറയാ? സാക്ഷി, ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലടി. പ്രോമിസ്.
എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കണ്ണേട്ട. കാരണം ഇതുപോലൊരു വാക്ക് എനിക്ക് കണ്ണേട്ടൻ തന്നിരുന്നു. പക്ഷെ ആ വാക്ക് കണ്ണേട്ടൻ പാലിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ആരോഹിനെ പോലത്തെ വേറെ ഏതെങ്കിലും നല്ല പെൺകുട്ടികൾ വന്നാൽ കണ്ണേട്ടൻ ഈ വാക്ക് മാറ്റി പറയില്ലെന്ന് എന്തുറപ്പുള്ളത്? സാക്ഷി, സോറി കണ്ണേട്ട, എനിക്ക് വയ്യ ഇനിയും സങ്കടപ്പെടാൻ. എന്നെ വിട്ടേക്ക്. ഞാൻ കാരണം തന്നെയല്ലേ ഇതൊക്കെ. പക്ഷെ എനിക്കിനി നിന്നെ വിട്ടുകളയാൻ പറ്റില്ല സാക്ഷി. നിനക്ക് വേണ്ടി എത്ര വേണേലും ഞാൻ കഷ്ടപ്പെടും. യാദവേട്ട ഒന്ന് നിന്നേ. എന്താണ് അഞ്ജലി നിനക്ക്? എനിക്കെന്താന്നറിയില്ല യാദവേട്ടന്. എത്രയായി ഞാൻ പുറകെ നടക്കുന്നു. ഒന്ന് യെസ് പറഞ്ഞൂടെ? അതിനെനിക്ക് ഇഷ്ടാവണ്ടേടോ. എന്തുകൊണ്ട് ഇഷ്ടപ്പെടാത്തെ? എനിക്കിപ്പോ ലവിനോടൊന്നും താല്പര്യമില്ല. വെറുതെ എന്നെ ശല്യം ചെയ്യല്ലേ പ്ലീസ്. ശല്യമോ? എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഐ ആം സോറി. ഇനി ഞാൻ ശല്യം ചെയ്യില്ല. എടോ, എന്തായിടി മോളെ? എടി എന്താ പറ്റിയ? ശരിയാവില്ലടി, ഞാൻ ശല്യം ചെയ്യാനെന്നാ പറയണേ യാദവേട്ടൻ. എനിക്ക് യാദവേട്ടന് ഒരുപാട് ഇഷ്ടമായിരുന്നടി. എനിക്ക് ആരോട് ഇന്നേവരെ ഇങ്ങനെ തോന്നിയിട്ടില്ല, ആദ്യമായിട്ട്. പക്ഷെ എടി കരയല്ലേ, വിട്ടേക്ക്. യാദവേട്ടന് കിട്ടിയില്ലെങ്കിൽ അങ്ങേരെക്കാട്ടി നല്ലൊരു സെക്കൻഡ് നിനക്ക് കിട്ടും. ഒരിക്കലും ഇല്ലടി, എനിക്ക് യാദവേട്ടൻ്റെ സ്ഥാനത്ത് വേറെ ആരെയും കാണാൻ പറ്റില്ല. ശരി, നീ കരയണ്ട, നമുക്കെല്ലാം ശരിയാക്കാം. യാദവേട്ട ഒന്ന് നിൽക്കോ? ഞാൻ ആരാന്ന് മനസ്സിലായോ? അഞ്ജലിയുടെ ഫ്രണ്ടാണ്. ആ മനസ്സിലായടോ. എന്താ കാര്യം പറയും? അത് യാദവേട്ട, നിങ്ങൾക്ക് എന്തുകൊണ്ട് അഞ്ജലിനെ ഇഷ്ടമില്ലാത്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ അഞ്ജലി നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. അവളെ പറ്റി യാദവേട്ടനെ അറിയാലോ. അവൾ ഓർഫനേജിലാണ് വളർന്നതൊക്കെ. അതുകൊണ്ട് തന്നെ യഥാർത്ഥ സ്നേഹം എന്താണെന്ന് അവൾക്ക് അറിയാൻ പറ്റിയിട്ടില്ല. പക്ഷെ നിങ്ങളെ കണ്ട മുതൽ യാദവേട്ടനെ പറ്റി പറയാൻ അവൾക്ക് 100 നാവാ. എന്തോ നിങ്ങളെ വല്ലാതെ ഇഷ്ടമാണ് അവൾക്ക്. ഇന്ന് ഒരുപാട് കരഞ്ഞു. ആദ്യമായിട്ട് അവൾക്ക് ഒരാളോട് ഇങ്ങനെ. ഞാനിതൊക്കെ പറഞ്ഞെന്നുള്ളൂ. ഇനി അവൾ നിങ്ങളെ ശല്യം ചെയ്യില്ല കേട്ടോ. എനിക്ക് എന്തുകൊണ്ട് അവളെ സ്നേഹിച്ചൂടാ? എൻ്റെ പുറകെ ഇങ്ങനെ ആരും നടന്നിട്ടില്ല. പക്ഷെ അവള് എല്ലാവരെയും കാട്ടി സ്പെഷ്യലായിരുന്നു. അവള് ഇഷ്ടമല്ലാണ്ടല്ലടോ. എനിക്കറിയില്ല എന്താ എനിക്കെന്ന്. അന്നത്തെ ദിവസം പിന്നീട് ആരും സാക്ഷിയുടെ മുൻപിലേക്ക് പോയിട്ടില്ല. ഇതേ അവസ്ഥ തന്നെയാണ് അഞ്ജലി യാദവിന്റെ മുമ്പിലേക്കും പോയിട്ടില്ല. എന്താണ് മോളെ ശോകമായിരിക്കണ്? ഒന്നുമില്ലടി. നീ കാര്യം പറവണ്ണേ. സത്യമായിട്ട് ഒന്നുമില്ലടി, നിനക്ക് തോന്നാണ്. ആയിക്കോട്ടെ, ഞാൻ കണ്ടുപിടിച്ചോളാം. അല്ലടി, അജു എങ്ങോട്ടാ പോയേക്കണ്? കൊറേ നേരമായല്ലോ കാണാതായിട്ട്. അവനെ സൊള്ളാൻ പോയേക്കാണെടി. എടി എന്താടി, നമുക്ക് ഏട്ടന്റെ ക്ലാസ്സിലേക്ക് പോയാലോ? ഇവിടെ ഇരുന്ന് ബോറടിക്കുന്നു. അത് ആടി പോവാം. അതേ സമയം യാദു 2-3 ദിവസമായി അഞ്ജലിനെ കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ യാദുവിന് ഒട്ടും സമാധാനമില്ല. അവൻ അവളെ കാണാൻ വേണ്ടി ക്ലാസ്സിലേക്ക് പോകുന്നു. പക്ഷെ ക്ലാസ്സിൽ അവളുണ്ടായിരുന്നില്ല. ഇവളിത് എവിടെ പോയി? ക്ലാസ്സിലാണെങ്കിൽ ആരെയും കാണാനില്ലല്ലോ. ഇനി ക്യാൻറ്റീനിലുണ്ടാവോ? ഉണ്ടാവുമായിരിക്കും. എടി എന്തേലും ഒന്ന് കഴിക്കടി. എത്ര നേരമായി? എനിക്ക് വേണ്ടാത്തോണ്ടാടി. നിർബന്ധിക്കല്ലേ പ്ലീസ്. അത് പറഞ്ഞാൽ ശരിയാവില്ല അഞ്ജു. മര്യാദക്ക് കഴിക്ക്, കുറച്ച് കഴിച്ചാൽ മതി. എടി ഒരടിയുമില്ല, മര്യാദയ്ക്ക് കഴിക്കു പെണ്ണേ. എനിക്ക് വേണ്ടടി അഞ്ജു. അശ്വതി, നിന്നെ ആകാശ് വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ അങ്ങോട്ട് ചെല്ലു. അത് ഞാൻ ചെല്ലടോ, ഞാൻ നോക്കിക്കോളാം അവിടെ. യാദേട്ട. എവിടെ ഇരിക്കും? അത് പറയുന്നത് കേൾക്ക്. എന്താ ഫുഡൊന്നും കഴിക്കാത്തത്? നേരെ വിശപ്പില്ലാത്തോണ്ട് യാദേട്ട. കള്ളം പറയണ്ട. ഞാൻ കാരണമാണോ ഫുഡ് കഴിക്കാത്ത? ഒരിക്കലല്ലേ യാദേട്ട. എടോ അഞ്ജലി. എന്താ യാദേട്ട? എടോ, ഞാൻ പറഞ്ഞത് തന്നെ വല്ലാതെ ഹേർട്ട് ആക്കിയിട്ടുണ്ടെന്ന് അറിയാം. ശരിക്കും വേണമെന്ന് വെച്ചിട്ട് പറഞ്ഞതല്ലേടോ. എനിക്കിപ്പോൾ ഒരു റിലേഷൻഷിപ്പിനോട് താല്പര്യമില്ലാത്തത് കൊണ്ടായിരുന്നു. എനിക്കറിയാം യാദേട്ട, ഞാനത് അപ്പം തന്നെ വിട്ടതാ. എനിക്ക് കുറച്ച് ടൈം താടോ. എനിക്ക് മനസ്സിലായില്ല യാദേട്ട. എനിക്ക് പഠിത്തം കഴിഞ്ഞ് ഒരു വർക്ക് കിട്ടുന്നത് വരെ താനൊന്ന് വെയിറ്റ് ആക്കോ എനിക്ക് വേണ്ടി? യാദേട്ട. ഞാൻ
ചോദിച്ചതിന് മറുപടി പറയണം. എനിക്ക് കുറച്ചധികം ടൈം വേണം. അതുവരെ തനിക്ക് കാത്തു നിൽക്കാൻ പറ്റുമോ എനിക്ക് വേണ്ടി? ഉറപ്പായി. ഏയ് കരയല്ലോടും. സന്തോഷമുണ്ട് യാദവേട്ടാ. ശരി, ഇപ്പൊ ഈ ഫുഡ് കഴിക്കും. യാദവേട്ടൻ കഴിച്ചോ? ഇല്ല, കഴിച്ചിട്ടില്ല. ഞാനും കഴിക്കാൻ വേണ്ടി തന്നെ വന്നതാ. ചേച്ചി എന്താ സാക്ഷി? ആര്യൻ ചേട്ടനും യാദവേട്ടനും എവിടെ? കണ്ണന് കോള് വന്നിട്ട് പോയി. യാദവ് എവിടെന്നറിയില്ല. എന്താടെ പുറത്തോട്ട് പോകുന്നത്? ഇങ്ങോട്ട് വാടാ. എടി, എനിക്ക് കുറച്ച് പണിയുണ്ട്. ചേച്ചി ഞാനിപ്പോ വരാം. എങ്ങോട്ടാ? ഇപ്പൊ വരാ ചേച്ചി. സാക്ഷി, എന്നെ മനസ്സിലായോ? ആ മനസ്സിലായി. കാർത്തികേട്ടനല്ലേ മ്യൂസിക് ഗ്രൂപ്പ് ലീഡർ? അതേടോ. അല്ല, തനിക്ക് എന്ത് പറ്റി? താൻ കരഞ്ഞോ? ഇല്ല ഏട്ടാ. ആ ഓക്കെ. പിന്നെ സാക്ഷി, എന്താ ഏട്ടാ? എനിക്കൊരു കാര്യം. പറഞ്ഞോ കാർത്തികേട്ടാ. അത് പിന്നെ എടോ ആയി. സാക്ഷി, എന്താ ആര്യ പേടിച്ചു പോയല്ലോ? സാക്ഷി, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. കാർത്തിക് പ്ലീസ്. ആ ഓക്കെ, ഞാൻ പിന്നെ വരാടോ. എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നോട് പറയാനുണ്ട്. ആ ഓക്കെ കാർത്തികേട്ടാ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? എനിക്ക് വേണ്ടത് ഞാൻ എടുത്തോളാം. അതിനെന്തിനാ അടുത്തോട്ട് വരുന്നത്? നീയല്ലേ ചോദിച്ചത് എനിക്ക് വേണ്ടത് എന്താന്ന്? അതെനിക്ക് എടുക്കണല്ലോ. മര്യാദക്ക് ബാക്കിലോട്ട് പൊക്കം. ഇല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞത് പോവാന്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എന്താ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് സാക്ഷി, ഞാൻ പറഞ്ഞു എനിക്ക് നിന്നെ വിട്ടുകളയാൻ പറ്റില്ല. ദയവ് ചെയ്ത് എന്നെ അങ്ങനെ അവോയ്ഡ് ആക്കല്ലേ പെണ്ണെ. ഞാൻ എത്ര വട്ടമാണ് നിന്നോട് സോറി പറഞ്ഞു. ഇനി എനിക്ക് എങ്ങനെയാ പറയാൻ അറിയില്ലടി. എന്നോട് ഒന്ന് ക്ഷമിക്ക. എനിക്കൊരു സെക്കൻഡ് ചാൻസ് താടി പ്ലീസ്. സാക്ഷി സോറിടി, എനിക്ക് പറ്റുന്നില്ലടി. നിന്റെ ഈ അവോയ്ഡിങ് ഉണ്ടല്ലോ എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നത് പോലെയാണ് തോന്നുന്നത്. ഒന്ന് മനസ്സിലാക്കടി എന്നെ. ഐ ആം റിയലി റിയലി സോറി. കണ്ണേട്ട കാര്യല്ലേ? എനിക്ക് സങ്കടമുണ്ട്. ഞാൻ ഒരിക്കലും എൻ്റെ കണ്ണേട്ടൻ എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല. അന്ന് പറഞ്ഞ ഓരോ വാക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴുണ്ട് കണ്ണേട്ട.
അതുകൊണ്ടാണ് ഞാൻ മനസ്സിൽ നിന്ന് പോകുന്നില്ല അതൊന്നും. ഇങ്ങനെ കരയല്ലേ പ്ലീസ്. I really sorry. I really love you. ലവ് യു ടു. പിന്നെ ഇത്രയും ദിവസം ഞാനല്ലേ ലവ് വേർഡ് ചെയ്തത്, കണ്ണീട്ടനല്ലേ? അത് പിന്നെ നീ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് നീലാണ്ട് പറ്റില്ല സാക്ഷി. എനിക്ക് വേണടി നിന്നെ. ഞാൻ എപ്പോഴും എൻ്റെ കണ്ണീട്ടൻ്റെ തന്നെയാ. I love you ഡി. ലവ് യു മോർ. ആര്യ, യൂത്ത് ഫെസ്റ്റ് അല്ലേ 2 ആഴ്ച കഴിഞ്ഞ? നീ എന്തെങ്കിലും പ്രോഗ്രാമിനുണ്ടോ? ആര്യനില്ലാതെ എന്ത് പ്രോഗ്രാമാടാ? പാട്ടിനും ഡാൻസിനും ഉണ്ട്. ഓഹോ, നീ പ്രോഗ്രാമില്ലേ? ഞാനില്ലാതെ എന്ത് ഫെസ്റ്റ്? ആര്യ, ഞാനൊരു സജഷൻ പറയട്ടെ. എന്താടാ? എടാ, നീയും സാക്ഷിയും കൂടെ ഒരു കപ്പിൾ സോങ് പാടിടാ. നിങ്ങളുടെ 2 പേരുടെ വോയിസ് അടിപൊളിയാണ്. അത് കൊള്ളാലോ. ഞാൻ സാക്ഷിനോട് പറഞ്ഞു നോക്കട്ടെ. അവൾക്ക് ഓക്കെ ആയിരിക്കും. യാദ എവിടെ? അവൻ അഞ്ജലിന്റെ അടുത്തോട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ വരും. ആദ്യം വന്നല്ലോ. എന്താ മോനെ, ഇപ്പൊ ഫുൾ ബിസി ആണല്ലോ. ഞാനോ? നീ തന്നെ. ചിരിക്കല്ലേ? സാക്ഷി. പറഞ്ഞിട്ടാ, കൊറേ നേരമായില്ല ഇങ്ങനെ ഇരിക്കുന്നു. എന്താ കാര്യം? സാക്ഷി, യൂത്ത് ഫെസ്റ്റ് ആവാനായില്ലേ? ആയല്ലോ. എന്റെ അടുത്ത് റോഹൻ ഒരു കാര്യം ചോദിച്ചു. എന്ത് കാര്യം കണ്ണേട്ടാ? നമ്മളോട് 2 പേരോട് ഒരുമിച്ച് പാട്ട് പാടാന്. എന്റെ പെണ്ണിന്റെ അഭിപ്രായം എന്താ? നമുക്ക് പാടിയാലോ? പാടണോ? പാടണേല് പാടാം, എനിക്ക് ഓക്കെയാണ്. അപ്പൊ എനിക്ക് ഓക്കെയാണ്. പിന്നെ സാക്ഷി, എന്താ കണ്ണേട്ടാ? അല്ല, 2 മാസം കഴിഞ്ഞ് ഞങ്ങളുടെ കോളേജിൽ പഠിത്തം അവസാനിക്കും. അവിടെ കുറെ ചേട്ടന്മാര് നിന്റെ പുറകെയുണ്ടെന്ന് എനിക്കറിയാം. ഒരിട്ടെണ്ണത്തിന് മൈൻഡ് ചേർത്തിട്ടോ. ഇല്ലട്ടോ. അങ്ങനെയാണ് നിനക്ക് നല്ലത്. ഓ ആയിക്കോട്ടെ. അല്ല, ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കാനാണോ പ്ലാന്? ക്ലാസ്സിൽ പോണല്ലേ? പോണം. പോയിക്കോ. ഇല്ല, ഞാൻ പോണില്ല. കുറച്ചേരം കൂടെ ഇങ്ങനെ ഇരിക്കട്ടെ. കണ്ണേട്ടാ, ഒന്ന് പോയേ. ചെല്ല്, ക്ലാസ്സിക്ക് പോ. പറയണ കേക്ക്. പോവാ, ഒരു 5 മിനിറ്റ് കൂടെ. ശരി. ഓയ്, എന്താ രവേട്ടാ? എന്താണ് കൊച്ചേ, ഒരു മൈൻഡും ഇല്ലല്ലോ. ഇപ്പൊ ആർക്കാ മൈൻഡ് ഇല്ലാത്തത്? സോറിടാ, ഒരു തിരക്കില് ഇങ്ങനെ പെട്ടുപോവാണ്. ആയിക്കോട്ടെ. അല്ല, ക്ലാസ് ഇല്ലേ നിങ്ങൾക്ക്? ഉണ്ട് പെണ്ണേ. അപ്പൊ എന്താ ക്ലാസ്സിൽ കേറാത്തത്? ഓ, ഒരു മൂഡില്ല. നീ ഇങ്ങോട്ട് വന്നേ. എന്താ മോനെ ഉദ്ദേശം? എന്തായാലും ഒരു നല്ല ഉദ്ദേശമല്ല. അങ്ങനെ യൂത്ത് ഫെസ്റ്റ് ഡേ എത്തി. എല്ലാവരും പ്രോഗ്രാമിൻ്റെ തിരക്കിലാണ്. അങ്ങനെ കുറേ പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരുന്നു. അടുത്തതായി നമ്മുടെ പിള്ളേരുടെ പാട്ടാണ്. നമുക്കതൊന്ന് കേട്ടിട്ട് വരാം. இன்னும் கொஞ்சம் நேரம் இருந்தாதா என்ன? ஏன் அவசரம், என்ன அவசரம்? நில்லு பொண்ணே. இன்னும் கொஞ்சம் நேரம் இருந்தாதா என்ன? ஏன் அவசரம், என்ன அவசரம்? நில்லு பொண்ணே. இன்னும் கொஞ்சம் நேரம் இருந்தாதா என்ன? ஏன் அவசரம்
அவசரம் என்ன அவசரம் நில்லு பொண்ணே இன்னும் பேசக்கூட தொடங்கலையே நெஞ்சமும் கொஞ்சமும் நிறையல இப்போ என்ன விட்டு போகாதே என்ன விட்டு போகாதே இன்னும் பேசக்கூட தொடங்கலையே நெஞ்சமும் கொஞ்சமும் நிறையல இப்போ மழை போல நீ வந்த கடல் போல நான் இருந்தேன் இன்னும் கொஞ்சம் நேரம் இருந்தாதா என்ன ஏன் அவசரம் என்ன அவசரம் நில்லு பொண்ணே நீ வந்து வந்து போய அந்த அலைகளை போல உன்னை இப்படியே தந்தாலும் பித்திக்குமே நெஞ்சம் இன்னும் கொஞ்ச காலம் பொறுத்தாதா என்ன அவசரம் சொல்லு கண்ணே இன்னும் கொஞ்ச காலம் பொறுத்தாதா என்ன அவசரம் சொல்லு கண்ணே ரெண்டும் மயங்குதே மயங்குதே உன்னிடம் சொல்லவே தயங்குதே இந்த உப்பு காத்து இனிக்குது உன்னையும் என்னையும் இழுக்குது உன்னை இழுக்க என்னை இழுக்க என் மனசு நிறையுமே இந்த மீனோடம்பு வாசனை என்ன நீ தொட்டதும் மணக்குதே இன்னும் கொஞ்சம் நேரம் இருந்தாதா என்ன ஏன் அவசரம் என்ன அவசரம் நில்லு பொண்ணே இன்னும் கொஞ்சம் நேரம் இருந்தாதா என்ன ஏன் அவசரம் என்ன அவசரம் நில்லு பொண்ணே சொந்தமாக கிடைக்கணும் நீ சொன்னதெல்லாம் நடக்கணும் நம்ம உலகம் ஒண்ணு இன்று நாம் உருவாக்கணும் എൻ്റെ പൊന്നു മക്കൾ അടിപൊളിയായിരുന്നു. താങ്ക്സ് ഡാ മുട്ട. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ബോയ്സിൻ്റെ കോളേജിൽ അവസാനിച്ചു. ഓരോരുത്തർ അവർക്കനുസരിച്ച് കരിയർ തിരഞ്ഞെടുത്തു. ഇപ്പം നമ്മുടെ സംഘത്തിൻ്റെ ഗ്രാജുവേഷൻ ഡേ ആണ്. അങ്ങനെ നമ്മൾ ഈ കോളേജിനോട് വിട പറയുകയാണ്. ഐ ആം സോ സാഡ് ഗൈസ്, ഐ ആം സോ സാഡ്. എന്താടാ നിനക്ക്? ചുമ്മാ. അയ്യേ, ഈ ചെറുക്കനെ കൊണ്ട് എന്നാലും ഒരുപാട് മെമ്മറി ഉള്ള സ്ഥലമാ ഇത്. ശരിക്കും മിസ് ചെയ്യും. അല്ല, നമ്മളെ മറക്കൂടി നിങ്ങൾ രണ്ടും? ഒന്ന് പോ ചെറുക്ക, മറക്കൂലടാ. അങ്ങനെ മറക്കാൻ പറ്റുമോ നിന്നെ? അതാണ് ഈ അർജുൻ. എന്താണ് മക്കളെ ഒരു ചർച്ച? ഐഷു, എന്താടാ ഇനി എന്താ പ്ലാന്? നമുക്ക് അങ്ങോട്ട് കല്യാണം കഴിക്കല്ലേ? അയ്യടാ, ആദ്യം നീ നല്ലൊരു ജോലി ഉണ്ടാക്ക്, എന്നിട്ട് അതിനെ പറ്റിയൊക്കെ ആലോചിക്കും. എന്റെ കുഞ്ഞു മനസ്സിനെ നീ നോവിച്ചു.
എടാ ഒരു കുഞ്ഞു മനസ്സ്, മിണ്ടാതിരുന്ന ചെറുക്ക. അവന്റെ കിണി കണ്ടില്ലേ? അല്ല, എവിടെടി നിന്റെ ആര്യൻ ചേട്ടന്? അല്ലെങ്കിൽ എപ്പോഴും കാണാൻ എഴുന്നള്ളുന്നതാണല്ലോ. കണ്ണേട്ടന് വർക്ക് ഉണ്ടടാ, ഇന്ന് ചിലപ്പോഴേ വരുള്ളൂ പറഞ്ഞു. അപ്പൊ നിന്റെ ആരവേട്ടനും ആരോഹി? ആരവേട്ടൻ വന്നിട്ട് പോയടാ, നീ കണ്ടില്ലേ? ഇല്ലടി, കണ്ടില്ല. നന്നായി. അങ്ങനെ വീണ്ടും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. രോഹന്റെയും സാൻവിയുടെയും മാരേജ് കഴിഞ്ഞു. ആര്യന്റെയും സാക്ഷിന്റെയും പിന്നെ ആരവിന്റെയും ആരോഹിന്റെയും എൻഗേജ്മെന്റും കഴിഞ്ഞു. യാദുവിന്റെയും അഞ്ജലിന്റെയും മാരേജ് കഴിഞ്ഞു. അജുവിന്റെയും ഐഷുവിന്റെയും വീട്ടുകാരോട് അവർ കാര്യങ്ങൾ പറഞ്ഞു. 3 ദിവസം ഇങ്ങനെ നമ്മുടെ ആര്യന്റെയും സാക്ഷിന്റെയും മാരേജ് ആണ്. അമ്മ, എന്താ കണ്ണ? അച്ഛൻ എന്തി അമ്മ? അച്ഛൻ നിന്റെ കല്യാണത്തിന്റെ ഓട്ടപ്പാച്ചലല്ലേ? അല്ലടാ കണ്ണ. എന്താ അമ്മ? നീയല്ലേടാ പറഞ്ഞത് സാക്ഷി മോളെ കല്യാണം കഴിക്കൂലെന്നൊക്കെ? അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് എന്റെ സാക്ഷിനെ ഞാൻ വിട്ടോളയോ? നിന്നോട് എന്നാലും എന്റെ സാക്ഷി മോൾ എങ്ങനെ ക്ഷമിച്ചെന്നാ ഞാൻ നോക്കണേ. അതൊക്കെ ക്ഷമിച്ചു. എന്താണ് അമ്മയും മോനും കൂടെ ഒരു ചർച്ച? ഒന്നുമില്ല സത്യേട്ടാ. അച്ഛൻ എവിടേക്ക് പോയതാ? അതാ പന്തലുകാരനെ കാണാൻ പോയതാടാ. ഓ ആണോ? ഓക്കെ. ദേവി, പുതിയൊരു ജീവിതത്തിലേക്ക് പോവാൻ പോവുകയാണ്. നിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവണേ. എന്താ അളിയ, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾ കാത്തിരുന്ന ആ ദിവസത്തി. ശരിയാടാ, എത്ര നാളത്തെ കാത്തിരിപ്പാന്നോ. ഇനിയെങ്കിലും അവളെ പൊന്നു പോലെ നോക്ക്. അതൊക്കെ അത്രേ ഉള്ളൂ. ഇനി അവൾക്ക് കരയേണ്ട ഒരു സാഹചര്യം ഞാൻ വരുത്തില്ല. ശരി, ഇങ്ങനെ സംസാരിച്ചു നിന്ന് മണ്ഡപത്തിലേക്ക് പോകാൻ നേരം വൈകും. ഇറങ്ങാ വാ. ഗൗരി കല്യാണ വൈഭോഗമേ, ലക്ഷ്മി കല്യാണ വൈഭോഗമേ. கொத்தோடு வாழை மரம் கொண்டு வந்து நிறுத்தி, கோப்புடைய பந்தலுக்கு மேற்கட்டு கட்டி, கௌரி கல்யாண வைபோகமே, லக்ஷ்மி கல்யாண வைபோகமே. மாலை சாற்றினாள் கோதை, மாலை மாற்றினாள். மாலை சாற்றினாள் கோதை, மாலை மாற்றினாள். மாலடைந்து மதிலரங்கன் மாலை அவர் தன் மார்பிலே. மாலடைந்து மதிலரங்கன் மாலை அவர் தன் மார்பிலே. மையலாய் தையலாய் மாமலர் கரத்தினாள். மையலாய் தையலாய் மாமலர் கரத்தினாள். மாலை சாற்றினாள் கோதை, மாலை மாற்றினாள். மாலை சாற்றினாள் கோதை, மாலை மாற்றினாள். மாலை சாற்றினாள் கோதை, மாலை மாற்றினாள்.
வானம் பூத்ததே தாரா கண்பூரா நீதான் தாரா கண்ணார காண்கிறேன் பூரா தண்ணீரை கூசிக்கொண்டே மெல்ல செல்லும் பிம்பங்கள் நீயாகிறாய் எதிரே என்னோடு காதல் வந்தே என்ன சொல்ல வெட்கங்கள் பேசுதே உன் தாரா நானே உன் தாரா என் வானம் பூத்ததே சீரா கண்பூரா நீயேதான் தீரா என் பார்வையானதே ചെല്ലു മോളെ പൊളിക്ക് ആരോഹി. എന്താടി പെണ്ണെ അല്ലടി ഒരു ടെൻഷൻ എന്തിന്? ഇതൊക്കെ ചടങ്ങല്ലേ മോളെ. ദേ ഈ പാല് കുടിക്ക് എന്നിട്ട് ചെല്ല്. வெட்கங்கள் பேசுதே ஏனோ இன்று ஏனோ நான் உந்தன் நானோ நீயோ இல்லை நானோ நாமெனும் நாமோ தூண்டிலா நீ ஊஞ்சலா தூரலா நீ காணலா பிரத்யேக மௌனம் நீ கொண்டு வந்தாய் என் வார்த்தையானதே இல்லாத ஊரில் இல்லாத பேரில் நம் காதல் வாழ்வுமே ஹோய் நம் காதல் வாழ்வுமே കണ്ണേട്ടാ എന്തോ അത് പിന്നെ എന്താടോ എന്റെ മൂഡ് കളയല്ലേ പെണ്ണെ. അത് കണ്ണേട്ടാ എന്താടോ അത് പിന്നെ ഇന്നിത് വേണോ? എന്ത്? ഇതൊക്കെ ഇതൊക്കെ പറഞ്ഞ എന്ത്? അത് പറ. കണ്ണേട്ടിന് മനസ്സിലായില്ല ഞാൻ എന്താ പറഞ്ഞതെന്ന്. എനിക്ക് മനസ്സിലായില്ലല്ലോ. കണ്ണേട്ടാ എനിക്കറിയാം കണ്ണേട്ടിന് മനസ്സിലായിന്ന്. ശരി വേണ്ടാടോ, നമുക്ക് കടക്കാം. വായു. സാക്ഷി, എന്താ കണ്ണേട്ടാ? എന്റെ കുട്ടി ഹാപ്പിയാണോ? ഇതെന്ത് ചോദ്യാ കണ്ണേട്ടാ? ഞാൻ ഹാപ്പിയാ, ഒത്തിരി ഹാപ്പിയാണ്. എന്റെ കണ്ണേട്ടൻ എനിക്ക് കിട്ടിയില്ലേ? സാക്ഷി സോറി ഡി. എന്തിനാ കണ്ണേട്ടാ? നിന്നെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നില്ലേ ഞാന്? ഏയ് അത് വിട്ടേക്ക് കണ്ണേട്ടാ, അതേപ്പറ്റി നമുക്ക് സംസാരിക്കണ്ട പ്ലീസ്. ഓക്കെ, സംസാരിക്കുന്നില്ല. സാക്ഷി മോളെ എന്തിനാ നേരത്തെ എഴുന്നേറ്റത്? ഉറങ്ങിക്കൂടായിരുന്നില്ലേ? ഇല്ല അമ്മ, ഈ സമയത്തല്ല ഞാൻ സാധാരണ എണീക്കാറ്, അതുകൊണ്ടാ. എന്നാ മോള് ചായ കുടിച്ചിട്ട് അവനും ചായ കൊണ്ടുപോയി കൊടുത്തിട്ട് അമ്പലത്തോട്ട് പോയിട്ട് വാ രണ്ടുപേരും കൂടെ. ആ അമ്മ.
കണ്ണേട്ടാ കണ്ണേട്ടാ എഴുന്നേറ്റ് ഈ ചായ കുടിക്ക്, അമ്പലത്തോട്ട് പോണം. സാക്ഷി, കുറച്ചു നേരം കൂടെ. ഒരു കുറച്ചു നേരവും ഇല്ല, എഴുന്നേറ്റ്. അമ്മ ചീത്ത പറയൂട്ടോ. ശരി, നീറ്റു. കണ്ണേട്ടാ പൊന്നു മോളെ, ഇന്നലെ ഞാൻ നിന്നെ വെറുതെ വിട്ടത് ക്ഷീണല്ലേ പറഞ്ഞിട്ട. പക്ഷെ ഇപ്പൊ ക്ഷീണെല്ലാം മാറിയില്ലേ? ദേ കണ്ണേട്ടാ, അമ്പലത്തിലോട്ട് പോണം. വിട മാറ്റേണ്ടി പൊണ്ടാട്ടി. കണ്ണേട്ടാ വേണ്ടാട്ടോ. എനിക്ക് വേണല്ലോ. കണ്ണാ, സാക്ഷി മോളെ വേഗം റെഡി ആയിട്ട് വാ. ആ ചായ കുടിച്ചിട്ട് വേഗം റെഡി ആയിട്ട് താഴോട്ട് വാ. സാക്ഷി മോളെ, നിന്നെ ഞാൻ എടുത്തോളാം. ഓ ആയിക്കോട്ടെ. അമ്മ, സാക്ഷിയോ? അവൾ അമ്പലത്തിൽ പോവാൻ റെഡി ആവാടാ. ആ ദേ വന്നല്ലോ. ಎಂತಾರ ಎಂತಾರ ನೀಯೇ ಎಂತಾರ ಎನ್ಮಾನಂ ಪೂತದೆ ತಾರ ಕಣ್ಪೂರ ನೀಯೇ ದಾಂತಾರ ಕಣ್ಣಾರ காண்கிறேன் கூட தண்ணீரை கூசிக்கொண்டே மெல்ல செல்லும் பிம்பங்கள் நீயாகிறாய் எதிரே என்னோடு காதல் வந்தே என்ன சொல்ல வெட்கங்கள் பேசுதே. അമ്മ, ഞങ്ങള് പോയിട്ട് വരാട്ടോ. ആ പോയിട്ട് വാ മോളെ. உன் தாரா நானே உன் தாரா என் வானம் பூத்ததே சீரா கண்பூரா நீயே தான் தீரா என் பார்வையானதே கூடா கண்ணீரை கூசிக்கொண்டே மெல்ல செல்லும் பிம்பங்கள் நீயாகிறாய் எதிர் என்னோடு காதல் வந்து என்ன சொல்ல வெட்கங்கள் பேசுதே. സാക്ഷി, എന്താ കണ്ണേട്ടാ? കരിവള വേണോ? കരിവളയോ? അതൊന്നും മറന്നിട്ടില്ലേ? ഇല്ലല്ലോ. വേണോ? പറ. വേണം. സാക്ഷി, ഇനി ഒരിക്കലും ഈ കണ്ണിട്ടിന് സാക്ഷിനെ സങ്കടപ്പെടുത്തില്ല കേട്ടോ. എനിക്കത് കേട്ടാ മതി കണ്ണേട്ടാ. ഐ റിയലി ലവ് യു. ലവ് യു ടു. കണ്ണേട്ടൻ ഉറങ്ങിയില്ലായിരുന്നോ? സമയം 12 അങ്ങനെ ഉറങ്ങാൻ പറ്റില്ലല്ലോ സാക്ഷി. അല്ല, എന്റെ കണ്ണീടിന്റെ വെള്ളപ്പറ്റി ഇത്ര നേരം റൂമിലേക്ക് വരാം. അത് പിന്നെ അടുക്കളയിൽ പണിയുണ്ടായിരുന്നു. ഓഹോ, അല്ലാതെ കണ്ണേട്ടിന് ഉറങ്ങട്ടെ പറഞ്ഞിട്ടല്ല അല്ലേ? പൊന്നു മോളെ സാക്ഷി, ഇന്ന് നിനക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷയില്ല. കണ്ണേട്ട, എനിക്ക് നല്ല ഉറക്കം വരുന്നു. അത് സാരല്ല, ഞാനില്ലേ, എന്റെ കുട്ടീന്റെ ഉറക്കമൊക്കെ ഞാൻ തീർത്തി തരാം. வசீகரா என் நெஞ்சினிக்க உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்கா முன் ஜென்மங்களின் ஏக்கங்கள் தீரும்.
வசீகரா என் நெஞ்சினிக்க உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்கா முன் ஜென்மங்களின் ஏக்கங்கள் தீரும் நான் நேசிப்பதும் சுவாசிப்பதும் உந்தயவாதானே ஏங்குகிறேன் தேங்குகிறேன் உன் நினைவால் நானே அடைமழை வரும் அதில் நனைவோமே குளிர் காய்ச்சலோடு சிநேகம் ஒரு போர்வைக்குள் இரு தூக்கம் குழு குழு பொய்கள் சொல்லி என்னை வெல்வாய் அது தெரிந்தும் கூட அன்பே மனம் அதையேதான் எதிர்பார்க்கும் സാക്ഷി വേദനിക്കുന്നുണ്ടോ? ഇല്ല കണ്ണേട്ട, വേദനയില്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, എനിക്ക് വേദനിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ എന്റെ കൊച്ചി വല്ലാതെ കഷ്ടപ്പെടുമല്ലോ. ഓടെ കണ്ണേട്ട. സോറി ട്ടോ. സാരല്ല, എന്റെ കണ്ണേട്ടനല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. I love you, dear. I love you too.